നിന്നും എടുത്ത് അദ്ദേഹത്തിന് പ്രധാനമായി കൊടുക്കുകയാണ്. അതോടുകൂടി ആ വിഷയം തീർന്നു അല്ലേ സാർ? ആ വിഷയം തീർന്നു. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ അടിസ്ഥാന കാര്യം നിങ്ങൾക്ക് എന്താണെന്ന് ബോധ്യപ്പെട്ടോ? വിളക്കിത്തറ നായർ എന്ന് പറഞ്ഞാൽ ചുരകനല്ല. അപ്പൊ ആരാ ചുരകൻ എന്ന് പറയുന്നത്? ആരാണ്? മാരാവിത്താണ്. പക്ഷേ അധികാരമുള്ളവനൊപ്പം ഇവർ നിൽക്കുകയും പിന്നീട് ചെണ്ട കൊട്ടുന്ന മാരാരായി മാറുകയും ചെയ്തു. വിളക്കിത്തറ നായർ ഇനി താഴെ പോരുന്ന അവസ്ഥയായിരുന്നു. രണ്ട്, ഇനി അടുത്ത രണ്ട് ചരിത്രവും കൂടെ നമ്മുടെ മുമ്പിലേക്കുണ്ട്. എന്താണ് ആ രണ്ട് ചരിത്രം? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം. ഒന്ന് രണ്ട് പേര് എന്നെ വീക്ഷിക്കുന്നതിൽ ആളെന്ന് ഞാൻ പറയുന്നില്ല, പിന്നീട് ഭാസ്കര സാറിനോട് പറയും. വളരെ ഹണ്ണിങ് ആയിട്ട് ഇങ്ങനെ വല്ലാത്തൊരു മൈൻഡില് നോക്കി ഇങ്ങനെ പോകുന്നവരുണ്ട്. എനിക്ക് ഇങ്ങനെ നിന്നാൽ മതി. കൃത്യമായിട്ട് ഞാൻ എല്ലാ സൈഡും വീക്ഷിക്കുന്നുണ്ടാവാം. ആരും പറയുന്നില്ല. ആരും അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ മനസ്സിൽ തട്ടുന്നെങ്കിൽ കൃത്യമായി അവരത് വിചാരിക്കുക, അവരത് ചെയ്യുന്നു. അപ്പോ അവര് ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്, അസഹിഷ്ണുത വേണ്ട. ഇത് നമ്മുടെ ഈ കൊച്ചു സമുദായത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു ശ്രമം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തൊഴിൽ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയുടെ ഭാഗമായാണ് നമ്മൾ ജീവിക്കുന്നത്. കൃഷി കാര്യങ്ങളും മറ്റ്. പക്ഷേ അതിലെല്ലാം ഉപരി നമ്മുടെ സമുദായത്തെ അറിയപ്പെട്ടിരുന്ന മൂന്നാമതൊരു പേര് കൂടിയത് പ്രാണോപകാരം. പ്രധാനമായി തെക്കൻ ജില്ലകൾ, തെക്കൻകൂർ ചരിത്രവും പുരാവൃത്തവും എന്നീ കേശവൻ നമ്പൂരി എഴുതിയിരിക്കുന്ന 101-ാമത്തെ പേജിൽ പറയുന്ന അപ്പാവോയിജൻ, അതാണ് നമ്മുടെ ആചാര്യന്മാരിൽ ഒരാൾ. നാരായണൻ നീലകണ്ഠൻ അപ്പാവോയിജൻ കോട്ടയത്തുകാരനാണ്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മക്കളും ചെറുമക്കളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്. ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നായർ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായിരുന്ന ഒരു സമുദായമാണ് ആര്? വിളക്കിത്തറ നായർ സമുദായം. എത്ര പേർക്കറിയാം? നായർ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ചിന്തിച്ചോ? നിങ്ങൾ വിചാരിക്കുന്നത് നായർ എന്ന് പറയുന്നത് ഒരു ജാതി എന്നതാണ് അല്ലേ? ഇല്ല, ജാതിയല്ല. ഇനിയെങ്കിലും അത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അതറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മുമ്പിൽ നായർ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വരുന്ന ഒരാളോട് നിങ്ങൾക്ക് സ്പഷ്ടമായി ചോദിക്കാം, താങ്കൾ ഏത് നായരാണ്? നമ്മളോട് ചോദിക്കുമല്ലോ, ഏത് നായരാണ്? നമ്മൾ പറയാറില്ലേ വിളക്കിത്തറ നായർ, നാദിയൻ നായർ എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ നിങ്ങൾ ചോദിക്കണം, ഏത് നായർ ആണ് എന്ന് ചോദിക്കുവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? നായർ എന്ന് പറയുന്നത് ആദ്യത്തെ 140, പിന്നീട് 116, പിന്നീട് 32, അവസാനത്തെ 18 നായരിൽ മലയാള ശൂദ്രരിൽ വരുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇല്ലത്ത് നായർ, തിരിയത്ത് നായർ, സ്വരൂപത്ത് നായർ, വെളുത്തേടത്ത് നായർ, വിളക്കിത്തറ നായർ, ചെക്കാല നായർ, ആന്തൂർ നായർ. ആന്തൂർ, ഇവിടെ ഒരു പ്രദേശമുണ്ട് ആന്തൂർ എന്ന് പറയുന്നത്, ഞാൻ കണ്ടു. അതെന്താണ് അതിന്റെ പ്രത്യേകത? ആ ആന്തൂർ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയുണ്ട്, അറിയോ? CPIM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് നായർ വിഭാഗങ്ങളിൽ ആന്തൂർ നായർ, ഞങ്ങളുടെ ഭാഗത്ത് പറയുന്ന വേളാർ നായർ എന്ന് പറയും. ഇന്ന് അവർ മൺപാത്ര നിർമ്മാണ സമുദായം, എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ പ്രാദേശിക അവകാശ സംരക്ഷണ സമിതി എന്ന് പറയുന്ന 25 സമുദായങ്ങളുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഇവിടെ പാലങ്ങാട്ട് രാജേഷൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. അപ്പോ ആന്തൂർ നായർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടാണ് ഗോവിന്ദമാഷ്. അതുപോലെ തന്നെ വാണിയ നായർ വിഭാഗത്തിൽപ്പെട്ട നിങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകാരനുണ്ട്. ആരാണെന്ന് അറിയാം? ലീലാ ഗ്രൂപ്പ് കൃഷ്ണൻ നായർ. പത്രത്തില് ഇങ്ങനെ അദ്ദേഹം അന്തരിച്ചു എന്ന് പറഞ്ഞപ്പോ വലിയ വാർത്തയായിട്ട് മാറുകയാണ്. അപ്പൊ കാണുന്നവരെല്ലാം വിചാരിക്കും എന്താണ്? സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും ഒക്കെ ഉള്ളവർ നായരാകുമ്പോൾ അവരെല്ലാം ജനറൽ നായർ എന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലേ? ഇപ്പൊ തിരുവനന്തപുരം സിറ്റിക്കകത്ത് നിങ്ങൾ വന്നിറങ്ങുകയാണ്. അവിടെ ഇരിക്കുന്ന 98% വീടുകളും ഹോട്ടൽ